നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച അറ്റാക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിൽ നിന്നും എണ്ണി തുടങ്ങേണ്ടി വരും. കാരണം ഫ്രാൻസിൻ്റെ സ്റ്റാർട്ടേഴ്സിൻ്റെ ക്വാളിറ്റി തന്നെ അവരുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻസിനും ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഡെംബെലെ, ഡെസേരെ ഡുവെ, എംബാപ്പെ, ഒലീസെ എന്നുള്ളൊരു ഫോർമാൻ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സ്റ്റാർ സ്റ്റഡ് ഡിഫൻസും ഒന്ന് പേടിക്കും. കാരണം ഇവരെ ഒരാളെ പൂട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ നാലാളെയും പൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിഫൻസിന് അത്രയും ഹൊറിബിളായിട്ടൊരു പരിപാടിയാണ്. കാരണം ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ നോക്കൗട്ട് മത്സരങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ മതി, എല്ലാവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. നമ്മുടെ സിറ്റിയിൽ നന്നായി കളിക്കുന്ന റയാൻ ചെർക്കിക്ക് പോലും ഈ 11 കാര്യമായിട്ടൊരു അവസരം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പരിശീലകൻ്റെ മാറ്റി ചിന്തിക്കാൻ പോലുമുള്ള ഒരു ചാൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഫ്രാൻസിൻ്റെ അറ്റാക്ക് ത്രൂ ഔട്ട് ദ സീസൺ എന്തായിരുന്നു അവരുടെ പെർഫോമൻസ്? എങ്ങനെയാണ് നമുക്ക് അവരുടെ ഒരു മുന്നോട്ടേക്കുള്ള യാത്ര എത്രത്തോളം ഉണ്ടാവും? ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു ഫാനിനോട് അല്ലെ ടീമിനോടോ ചോദിക്കുമ്പോൾ അവർ ഈ വേൾഡ് കപ്പിൽ ഫേസ് ചെയ്യാൻ ഏറ്റവും പേടിക്കുന്ന ടീമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഫ്രാൻസ് തന്നെയായിരിക്കും. നമ്മൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ പല ഫേവറേറ്റ്സ് ഉണ്ടെങ്കിലും ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ ഫേവറേറ്റ് ടീം ഉണ്ടാവും. പക്ഷേ ടൈറ്റിൽ ഫേവറേറ്റ്സ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന പേര് ഫ്രാൻസ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഫ്രാൻസിൻ്റെ അറ്റാക്ക് പറഞ്ഞപ്പം ഞാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പുള്ളി ഒലീസി റൈറ്റ് വിങ്ങർ കളിച്ച് ബയൺ മ്യൂണിച്ചിൽ കളിക്കുന്ന പോലെ റൈറ്റ് വിങ്ങിൽ കളിച്ച് ചെറുക്കി 10 അങ്ങനെ വരുന്നതാണ്. പക്ഷേ ഒലീസി 10 വന്നതോടുകൂടി ആ ഒരു ടീം വീണ്ടും ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നതാണ്. കാരണം പുള്ളി ഒരു ഫ്രീ ആയിട്ട് പുള്ളിക്ക് എംബാപ്പെ, ഡെംബെലെ ഇവരുടെ റണ്ണൊക്കെ ഒരു പ്രത്യേക വളരെ ഇതായിട്ട് അവരെ റണ്ണ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇവരുടെ ഒരു ഫ്ലോ നോക്കുകയാണെങ്കിൽ 4 പേരും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പം ഈവൻ ലോ ബ്ലോക്ക് കളിച്ചാലും ഇവരുടെ ആ ഒരു ആക്സിലറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക 4 പേരും ഒരേ ഫ്ലോയിൽ കളിക്കുമ്പം പിന്നെ പിറകിൽ റാബിയോട്ടും അതിൻ്റെ തൊട്ട് പിറകിലായിട്ടുണ്ട്, പിന്നെ CDM ആയിട്ട് ചോമേനുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഈ ഒരു ലോ ബ്ലോക്ക് കളിച്ചുകൊണ്ട് മാത്രം പിടിക്കാൻ പറ്റുന്ന ഒരു ടീമല്ല ഫ്രാൻസ്. അത് നമ്മളെ തേർഡ് കളിയിൽ നോർവേ സെക്കൻഡ് ടീമാണ് ഇറക്കിയെങ്കിൽ പോലും അവർ വളരെ ലോ ബ്ലോക്ക് ആയിട്ടാണ് കളിച്ചത്. പക്ഷെ അവർ കണ്ണടിച്ച് തുറക്കുന്നതിന് മുമ്പേ ഡെംബെലെ സ്പേസ് ഉണ്ടാക്കി. കാരണം ഇത് ഒരു പ്ലെയറെ അല്ലല്ലോ, എംബാപ്പെ ആയാലും ഇന്നലെ കളിച്ച ബർക്കോള, ഡിസ്രി ഡോ, ഈ പറഞ്ഞ ഈ 5 പേരിൽ ആരിറങ്ങിയാലും ഒരു ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള അറ്റാക്കിംഗ് ആണ്. അപ്പം ഈ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ഒരു ടൂർണമെൻറ്റ് ഫേവറേറ്റ്സ് തീർച്ചയായിട്ടും ഫ്രാൻസിനെ തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് എംബാപ്പെ എന്നുള്ളൊരു താരത്തെ പറ്റി സംസാരിക്കാതെ ഒരു ലോകകപ്പ് കടന്നുപോയില്ല. കാരണം 2018 എംബാപ്പെ ഒരു ചർച്ചാ വിഷയമായിരുന്നു, 2022 എംബാപ്പെ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന പോലെ 26 ലോകകപ്പിലും എംബാപ്പെ ഒരു ടോപ്പിക്കാണ്. എംബാപ്പെ ഒരു ഹോട്ട് ഫേവറേറ്റ് ആണ്. ഗോൾഡൻ ബൂട്ടിനോ ഗോൾഡൻ ബോളിനോ അല്ലെങ്കിൽ കിരീടത്തിനോളം ഫേവറേറ്റ് ആവുന്ന ഒരു താരമാണ്, ഒരു ടീമാണ് ഫ്രാൻസ് എന്നുള്ളത്. അപ്പോൾ എംബാപ്പെ നമുക്കറിയാം ഇതുവരെ കളിച്ച എല്ലാ മത്സരങ്ങളിലും ഒന്നുകിൽ ഗോൾ അല്ലെങ്കിൽ അസിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്. അത്ര നല്ലൊരു ക്ലബ് സീസൺ അല്ലായിരുന്നു. മീൻസ് സ്റ്റാറ്റിസ്റ്റിക്കലി നല്ലൊരു സീസൺ ആണെങ്കിലും മെൻ്റലി ആയാലും ഒരു ട്രോഫി ക്യാബിനറ്റൊക്കെ നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരു സീസണായിരുന്നു എംബാപ്പെ കടന്നുപോയത്. പക്ഷേ നാഷണൽ ടീമിലേക്ക് വരുമ്പോൾ അയാൾ വേറെ തന്നെ ഒരു ഓറയിലേക്ക് കിടക്കുന്നു. വേറെ തന്നെ ഒരു ബീസ്റ്റ് മോഡ് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ മെൻറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു വേറെ തന്നെ ഒരു ഫേസ് ഓഫ് എംബാപ്പെ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് എംബാപ്പയുടെ ഇതുവരെയുള്ള പ്രകടനത്തെ പറ്റി പറയാനുള്ളത്? അത് മിസ്റ്റർ വേൾഡ് കപ്പ് എന്നുള്ളതാണ് എംബാപ്പെ ഇപ്പോൾ വിളിക്കുന്നത്. അതായത് 6 ഗോളുകൾ, അത് ഏറ്റവും കൂടുതൽ നോക്കൗട്ട് ഗോളുകൾ നേടിയ താരം എംബാപ്പയാണ്. അതുപോലെ തന്നെ 18 ഗെയിമിൽ 18 ഗോൾ വേൾഡ് കപ്പിൽ ഈ ഒരു പ്രായത്തിൽ അടിക്കുക എന്ന് പറയുന്നത് അത് ഒരു ബ്രില്യൻ പെർഫോമൻസിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയാണ്. എംബാപ്പയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതായത് ആൾ സ്ട്രൈക്കർ പൊസിഷനിലാണ്, പക്ഷേ അതായത് ഒരു പക്കാ ഒരു സ്ട്രൈക്കറായിട്ടല്ല ആൾ കളിക്കുന്നത്. അവിടെ പ്ലേ മേക്ക് ചെയ്യാൻ എംബാപ്പെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കഴിഞ്ഞ കളിയിലെ 2 ഗോളുകൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫസ്റ്റ് മൈക്കൽ ഒലീസിയും അതുപോലെ തന്നെ ഡെംബെലെ ഒരു ഷോർട്ട് കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ സ്വീഡൻ്റെ ഡിഫൻസിന് കറക്റ്റ് അറിയാം, അവിടെ കോമ്പാക്റ്റ് ആയി നിന്നിട്ട് ഇനി കാര്യമില്ല, കാരണം ഷോർട്ട് കോർണറാണ്, അതുപോലത്തെ അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നല്ല പ്ലേയേഴ്സാണ് PSG കയ്യിൽ നിന്നുള്ളത്. അത് കൃത്യമായിട്ട് എംബാപ്പെ മനസ്സിലാക്കിയിട്ട് ആ ലെഫ്റ്റ് ചാനലിലൂടെ ആൾക്കത് ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ആളടിച്ച ലാസ്റ്റ് ഗോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ലെഫ്റ്റ് ചാനലിൽ നിന്ന് വന്നുള്ള ഒരു അറ്റാക്കിൽ നിന്നാണ് ആ ഗോൾ വരുന്നത്. അവിടെ മൈക്കിൾ ഒലീസെ ഒരു ഡിഫൻഡർ, ഒരു പ്ലെയറിനെ ഡ്രിബിൾ ചെയ്ത് മറികടന്നിട്ട് കറക്റ്റായിട്ട് സെൻറ്ററിൽ ആ ബോളിനെ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് 2 ഡിഫൻഡേഴ്സിൻ്റെ ഇടയിലൂടെ. അതിലും എംബാപ്പയുടെ പൊസിഷനിങ് കറക്റ്റായിട്ടാണ് എംബാപ്പെ അത് ഗോൾ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ എംബാപ്പയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ എലമെൻ്റ് എടുത്ത് പറയേണ്ടത് ആളുടെ പൊസിഷനിങ്, ആൾ നടത്തുന്ന റണ്ണ്,
ഇനിയിപ്പോൾ ആ റണ്ണ് നടത്തുന്ന ടൈമിൽ 1v1 അല്ലെങ്കിൽ 2v1 ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും ഏകദേശം 4 ഡിഫൻഡേഴ്സിനെ ബീറ്റ് ചെയ്തിട്ടാണ് ആ ഗോള് ആളടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും എംബാപ്പയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ പ്രേസ് ചെയ്യുന്നത് എംബാപ്പയുടെ ആ ഒരു മെൻ്റൽ, എങ്ങനെയാണ് ആൾ അതിനെ ഹാൻഡിൽ ചെയ്തതെന്നുള്ളതാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഈ വേൾഡ് കപ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പുള്ള പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത സംഭവമാണ് എങ്ങനെയാണ് ആ റയൽ മാഡ്രിഡ് ഫാൻസ് എത്രത്തോളം പുറത്ത് പോകണം, ക്ലബ്ബിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രയും ഒരു ഡ്രീം ക്ലബ്ബായിരുന്നു എംബാപ്പയുടെ, ഒരു ചെറിയ ഒരു കുട്ടിയുടെ ഡ്രീം ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡിൽ ചെല്ലുന്നു. പക്ഷെ അവിടെ ആളുടെ ഒരു സാഹചര്യം കൊണ്ട് മാത്രമല്ല, മൊത്തത്തിലൊരു ക്ലബിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. പക്ഷെ തിരിഞ്ഞത് എംബാപ്പയിലോട്ട് വരുന്നു, എല്ലാവരും പെറ്റീഷൻ വരെ സൈൻ ചെയ്യുന്നു, ഇങ്ങനത്തെ ഒരു പ്ലെയർ വേണ്ട ക്ലബിന്. ഒന്ന് ആലോചിക്കണം, അത്രയും ക്രൗഡിന് മുമ്പിൽ ഇറങ്ങാൻ നിൽക്കുമ്പം എത്രത്തോളം നമ്മളൊക്കെ 2 കമൻറ്റ്സ് വന്നത് അളരുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും ആളുകൾ പറഞ്ഞിട്ട് പോലും അവിടെയും പെർഫോം ചെയ്തു. പിന്നീട് വേൾഡ് കപ്പ് പോലത്തെ ഒരു ബിഗ് സ്റ്റേജിൽ വന്നിട്ട് അതൊന്നും മെൻറ്റാലിറ്റിയെ ബാധിക്കാത്ത തരത്തിൽ എംബാപ്പയ്ക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിസ് ഗിവിങ് എ ഗ്രേറ്റ് മെസ്സേജ് ടു ദ വേൾഡ്. അത് ആളുടെ ഒരു ബ്രില്യൻ പെർഫോമൻസ് തന്നെയാണ്. നമ്മൾ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കുമ്പോഴേ എംബാപ്പയും ഡെമ്പലെയും ഒലീസയും പരസ്പരം കോമ്പീറ്റ് ചെയ്യാണ്, ഞങ്ങളാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റാക്കിനെ നമ്മൾ നന്നായി പ്രൈസ് ചെയ്യുമ്പോഴും ഇവരുടെ മിഡ്ഫീൽഡ് അതുപോലെ തന്നെ ഡിഫൻസ് കാര്യങ്ങൾ ആ യൂണിറ്റിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോവാറുണ്ട്. നമുക്കൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അഡ്രിയാൻ റാബിയോട്ടും ഷൗമിയാണ് മിഡ്ഫീൽഡ് കളിക്കുന്നത്. നമുക്കറിയാം മുമ്പ് 2018 ഇവർ കീഴ് നേടിയപ്പം പോൾ പോഗ്ബയും എംഗോളോ കാൻ്റെയും എങ്ങനെയാണ് മിഡ്ഫീൽഡ് ഹാൻഡിൽ ചെയ്തത്. പക്ഷേ ആ ഒരു തരത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയൊരു പിവട്ടാണോ ഇപ്പോൾ നിലവിലുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ആർഗ്യബിൾ ക്വസ്റ്റ്യനാണ്. കാരണം പലപ്പോഴും എതിർ ടീം സ്പേസ് കണ്ടെത്തുന്നുണ്ട് ആ ഒരു മിഡ്ഫീൽഡിൽ. അപ്പം നന്നായി മിഡ്ഫീൽഡിനെ പെനട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, നന്നായി സ്പേസ് കണ്ടെത്താൻ പറ്റുന്ന ഒരു ടീം വന്നു കഴിഞ്ഞാൽ അത് ഈ ഒരു ഫ്രാൻസിൻ്റെ മിഡ്ഫീൽഡ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടില്ലേ? നമുക്ക് സത്യം പറഞ്ഞാൽ ഫ്രാൻസിനെ ഡിഫൻസിനെ ഇതുവരെ ഈ വേൾഡ് കപ്പിൽ ടെസ്റ്റ് ചെയ്തില്ല എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം മിക്ക അവരുടെ മാച്ചിലും അവരുടെ ആ ഒരു അറ്റാക്കിംഗ് ഡോമിനേഷൻ കാരണം കൂടുതൽ അവരെ ഡിഫെൻഡ് ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് ടീമുകൾ പോയത്. അതല്ലാതെ പക്ഷേ നമ്മളിപ്പം 3ാമത്തെ മത്സരത്തിൽ ആ ഒരു ഗോളൊക്കെ നോക്കിയാൽ അവരുടെ ഡിഫൻസ് കുറച്ച് ഷെയ്ക്കിയാണ്. സാലിബ ഓക്കെ ആർസണൽ അത്രയും ഒരു ലീഡർ മെറ്റീരിയലാണ്. മറ്റേ ബയൺ മ്യൂണിക്കിൻ്റെ ഉപ്പമക്കാനോ ഒരു കുറച്ച് ഷെയ്ക്കി ആയിട്ടുള്ള ഡിഫൻഡറാണ്, ബിഗ് ടീമിൽ കളിക്കുന്ന ആളാണ്. പിന്നെ അതേപോലെ അവരുടെ 2 വിങ് ബാക്സ്, ഇപ്പം ഡിഗ്നെ എനിക്ക് തോന്നുന്നു ആസ്റ്റൺ വില്ലയുടെ പ്ലെയറാണ്. അതേപോലെ തിയോ ഹെർണാണ്ടസ് റൈറ്റ് ബാക്കിൽ കൂണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഒരു പക്ഷേ ഒരു നെക്ക് ടു നെക്ക് ഗെയിം വരികയാണെങ്കിൽ അങ്ങനെ ഒരു മാർജിനിലേക്കൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ അവരുടെ ഒരു ഡിഫെൻസീവ് വീക്ക്നെസ് ആവാം. ഇനി അവർ കപ്പടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഒരു പക്ഷേ അവരുടെ ആ ഒരു കാരണം ഇതുവരെ അവരുടെ ഡിഫൻസ് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഇവരുടെ ഒരു അറ്റാക്ക്, ഇവരുടെ ഒരു ഡോമിനേഷൻ ആണല്ലോ നമ്മൾ ഇതുവരെ കഴിഞ്ഞ 4 കളിയിലും കണ്ടത്. അപ്പോൾ ഇനിയൊരു ബിഗ് ഗെയിം വരുമ്പം നമ്മൾ റൗണ്ട് ഓഫ് 16 നമ്മൾ ജർമ്മനി ആയിട്ടായിരുന്നു പ്രതീക്ഷിച്ചത്. ഇനിയിപ്പം റൗണ്ട് ഓഫ് 16 പാരഗ്വേ ആയിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഒരു പക്ഷേ ക്വാർട്ടർ ഫൈനലൊക്കെ എത്തുമായിരിക്കും. നമ്മൾ ഒരു ടീമിനെയും ചെറുതായി കാണുകയല്ല, എന്നാൽ പോലും നമുക്ക് ഈ പാരഗ്വേ ഫ്രാൻസിനൊരു ഭീഷണിയാവാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഒരു ക്വാർട്ടർ ഫൈനൽസൊക്കെ തൊട്ടായിരിക്കും അവരുടെ ഒരു ഡിഫൻസ് ടെസ്റ്റായി തുടങ്ങുക. അപ്പം ഈ ഒരു വീക്കിലുണ്ട് ഇപ്പം മെക്കാനൊക്കെ 1-2 പ്രാവശ്യം നമ്മൾ ഒരു കളി കുറച്ചുകൂടി മൈന്യൂട്ടായി നോക്കുകയാണെങ്കിൽ അവർ അറ്റാക്ക് ചെയ്യുമ്പം ബാക്കിലൊന്ന് കുറച്ച് ഫ്രാൻസ് വേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രാൻസിൽ നമ്മൾ എംബാപ്പയെ പറ്റി ഒരുപാട് സംസാരിക്കുമ്പം അതേപോലെ തന്നെ ഡെമ്പലെയും ഒലീസയും നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ്. അത് ബാലൻഡിയോറിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ബെസ്റ്റ് പ്ലെയർ ആവാൻ വേണ്ടിയാണെന്ന് പറയാം. അതിലൊരു പക്ഷേ അതിലപ്പുറത്തേക്ക് സ്വന്തം നാഷണൽ ടീമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനാണെന്ന് ചോദിച്ചാൽ അത് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ ഒരു താരങ്ങളിൽ ഹൂ ഈസ് യുവർ ഫേവറേറ്റ്, ഒരു പേഴ്സണൽ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു 3 താരങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഫ്രഞ്ച് സ്ക്വാഡിൽ നമ്മുടെ ഒരു പേഴ്സണലി ബെസ്റ്റ് എന്ന ഒപ്പീനിയൻ പറയാൻ പറ്റുന്ന താരമാരായിരിക്കും? മൈക്കിൾ ഒലീസെ, അത് ഡൗട്ടില്ല. കാരണം ആളുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആളെ നമ്പർ 10 പൊസിഷനിലാണ് ഇട്ടത്. ഒരു ക്രിയേറ്റർ റോൾ, ഞാൻ എപ്പോഴും എല്ലാവരും ഈ ഒരു ഫ്രാൻസിൻ്റെ മൊത്തം അറ്റാക്കിംഗ് ടീം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ മൈക്കിൾ ഒലീസെ അവരെക്കാട്ടിലുമൊക്കെ ഒരു പടി മുകളിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഒരു നമ്പർ 10 റോളിൽ വരുമ്പോൾ ആൾ ഫ്രീ ആയിട്ട് ഈ ഒരു ഫീൽഡിൻ്റെ റൈറ്റ് ഹാഫ് സ്പേസിലാണെങ്കിലും ലെഫ്റ്റ് ഹാഫ് സ്പേസിലാണെങ്കിലും ആൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അസിസ്റ്റ് ഇപ്പോൾ 5ഓളം അസിസ്റ്റ് ആൾ നേടിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ ആളുടെ ക്രിയേറ്റർ റോള്, ആ ഒരു ക്രിയേറ്റിവിറ്റി എത്രത്തോളമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ നില്ലായി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ മൈക്കിൾ ഒലീസിയെ പോലത്തെ ഒരു പ്ലെയറിന് എന്തെങ്കിലും അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആളെ നമുക്ക് ഇനി
ഒരു ക്രിയേറ്റർ റോള്, അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഷോട്ട് എടുക്കണോ, ഹീസ് റെഡി ഫോർ ദാറ്റ്, അല്ലെങ്കിൽ ഡ്രിബിൾ ചെയ്ത് ബോക്സിലോട്ട് പെനിട്രേറ്റ് ചെയ്യണോ, അതിന് മൈക്കിൾ ഒലീസ ഉണ്ട്. ഇന്നലത്തെ ഒരു ബൈസൈക്കിൾ കിക്ക്, അതെനിക്ക് ഇപ്പോഴും ഉറപ്പില്ല അത് ഗോൾ കീപ്പറെ തട്ടിയിട്ടാണോ അതോ പോസ്റ്റ് തട്ടിയിട്ടാണോ അത് പോയതെന്നുള്ളത്. അപ്പോൾ ആ തരത്തിൽ ഉയരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് മൈക്കിൾ ഒലീസ. ഇന്നലെ മാത്രം എനിക്ക് തോന്നുന്നു 4 ഷോട്ട് ഓൺ ടാർഗറ്റ് മൈക്കിൾ ഒലീസ എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ മോർ ദൻ ക്രിയേറ്റർ റോളിൽ ഈവൻ ഇഫ് യു വാണ്ട് ഹിം ടു സ്കോർ ദ ഗോൾ ഹീസ് റെഡി ഫോർ ദാറ്റ്. അപ്പോൾ ആ തരത്തിൽ മൈക്കിൾ ഒലീസയ്ക്ക് ഉയരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ മൊത്തത്തിൽ ഫ്രാൻസിൻ്റെ ഒരു അറ്റാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരെന്താണെന്ന് വെച്ചാൽ ഒരേ പേസിൽ അവർ പോവില്ല. ഇപ്പോൾ പല ടീമുകളും നമ്മൾ കണ്ടത് ഒരു 20 മിനിറ്റ് ആ ഒരേ പേസിൽ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഒരു ടീമുകളാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു വേൾഡ് കപ്പിൽ കണ്ടിട്ടുള്ളത്, പൊസഷൻ വെച്ച് കളിക്കുന്നത്. പക്ഷേ ഫ്രാൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സർക്കുലേറ്റ് ചെയ്യും. പെട്ടെന്ന് പേസ് മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് പേസ് മാറ്റാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അതായത് പൊസിഷൻ സ്വിച്ച് ചെയ്ത് കളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ഇനി ഒന്ന് ബിൽഡപ്പ് ചെയ്ത് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിനും അവരുടെ അറ്റാക്കേഴ്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് എല്ലാ പ്ലെയേഴ്സിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇവരെ സ്പെഷ്യലാക്കുന്നത് ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ കൂടെ ഇവർക്കൊരു കളക്റ്റീവ് എഫേർട്ട് എടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ട്. പല ടീമുകളിലും നമ്മളത് കാണുന്നില്ല. ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഇല്ലാത്തൊരു പ്ലെയർ അവിടെ ഇല്ലാത്തപ്പം ഒരു ലോ ബ്ലോക്ക് മറികടന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന DR കോങ്കോ അങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ഒരു ടീമിനേറ്റ് ഇവർ ഏറ്റുമുട്ടുമ്പോൾ, അവിടെ ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമിനേറ്റ് ഏറ്റുമുട്ടുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇതായിരിക്കും. ഇൻഡിവിജ്വൽ ബ്രില്യൻസിൻ്റെ കൂടെ തന്നെ അവർക്ക് കളക്റ്റീവായിട്ട് എഫേർട്ട് എടുത്ത് കളിക്കാനുള്ള ഒരു ടീമുണ്ട്. സ്വീഡൻ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു 30-40 മിനിറ്റ്സിൽ അവരൊരു മിഡ് ബ്ലോക്ക് അത് കോമ്പാക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ വിയർക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു അറ്റാക്കിങ്ങിനെ പിടിച്ചു നിർത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഇനി ഇവരുടെ ഡിഫെൻസിൽ മിസ്റ്റേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അറ്റാക്കേഴ്സ് അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഈ ഉപമെക്കാനോനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, ഉപമെക്കാനോ പോലത്തെ ഒരു ഡിഫൻഡർ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബയണിലാണെങ്കിലും അവിടെ ജൊനാത്തൻ താ ഉണ്ട്. അതായത് ആ ഒരു പ്രോപ്പർ ഡിഫൻഡർ റോളിൽ ജൊനാത്തൻ താ ഉണ്ട്. എനിക്ക് ഉപമെക്കാനോ ഒന്നും കൂടി ഒരു ബോൾ കാരിയർ ഡിഫൻഡറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം നിലവിൽ ഫ്രാൻസിൻ്റെ ഒരു അറ്റാക്കിംഗ് സൈഡിന് വേണ്ട തരത്തിലുള്ളൊരു കൈൻഡ് ഓഫ് ഡിഫൻഡർ തന്നെയാണ് ഉപമെക്കാനോ. അപ്പോൾ ഈ തരത്തിലാണ് ഫ്രാൻസിൻ്റെ അറ്റാക്ക്. അപ്പോൾ ഈ ഒരു വേൾഡ് കപ്പിൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാട്ടിലും ഭയങ്കര ഡെഡ്ലി കോമ്പിനേഷൻ ഓഫ് അറ്റാക്കേഴ്സാണ് ഈ വേൾഡ് കപ്പിലുള്ളത്. അപ്പോൾ ഇത് തടുക്കാൻ ആർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഈ ഒരു കളക്റ്റീവ് എഫേർട്ടിൻ്റെ കാര്യം പറയുമ്പോഴേ നമുക്ക് എടുത്തു പറയാം, നമ്മൾ പലപ്പോഴും വിട്ടുപോകുന്നൊരു പേര് ദിദിർ ദശാംശം എന്നുള്ള പരിശീലകനാണ്. കാരണം അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്ക്വാഡ്, ഞാൻ മനസ്സിലാക്കുന്നത് സ്ക്വാഡ് എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാം, ആളുകൾ തമ്മിലുള്ള പരസ്പരം ബോണ്ടിങ് സെറ്റ് ചെയ്യാം, അതുവഴി ആ ഒരു ടീം എന്നുള്ളൊരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പൊക്കെ എന്തുകൊണ്ട് ഇവർ ഈ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുന്നു? ഇപ്പം 18 ചാമ്പ്യന്മാരായ അതേ ടീം 22 വന്നപ്പോൾ വീണ്ടും ഫൈനലിസ്റ്റുകളാണ്. ഈ വർഷവും അതേപോലെ തന്നെ ഫേവറേറ്റ്സ് ആയിട്ട് നിലനിൽക്കുന്നു. അത് ഈ സ്റ്റാർ സ്റ്റഡഡ് പ്ലേയേഴ്സ് ഉണ്ടായിട്ട് മാത്രമല്ല, അങ്ങനെയുള്ള പ്ലേയേഴ്സുമായിട്ട് വരുന്ന സ്ക്വാഡുകൾ പലപ്പോഴും ഫെയിലിയർ ആവും നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഒരു കോച്ച് ആ ഒരു ടീമിന് കൊടുക്കുന്ന ഒരു എനർജിയാണ് പ്ലേയേഴ്സിൽ അയാൾക്കുള്ളൊരു വിശ്വാസം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എംബാപ്പെ തിരിച്ച് കയറി വരുമ്പോൾ അയാൾ പ്രേസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. തലതായതിനെ ഒരു ആരാധകൻ ചെയ്യുന്ന പോലെ, അതായത് സ്വന്തം പ്ലേയേഴ്സിനോട് അത്രയും ആത്മബന്ധം കീപ്പ് ചെയ്യുന്നത് എന്നുള്ള. അതുകൊണ്ടാണ് ഈ ഒലീസെ എന്നുള്ള താരത്തെ എവിടെ പരീക്ഷിക്കണം, റൈറ്റിൽ പരീക്ഷിക്കുന്നതിലപ്പുറത്തേക്ക് റൈറ്റിൽ എനിക്ക് വേറെ താരത്തെ യൂസ് ചെയ്യാം, അതിന് പകരം ഇയാൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം പരിശീലകനുണ്ട്. ഇപ്പോൾ ഡെംബലെ നമുക്കറിയാം ഫസ്റ്റ് മാച്ചിൽ കാര്യമായി പെർഫോം ചെയ്തില്ല, ആൾക്ക് ഒരു അവസരം കിട്ടിയില്ല, അയാളുടെ ഔട്ട് ഓഫ് പൊസിഷൻ കളിപ്പിച്ചപ്പം അത് കോച്ച് തിരിച്ചറിയുന്നു. അടുത്ത മത്സരത്തിൽ അയാളുടെ റോള് മാറ്റി കൊടുക്കുന്നു. ആൻഡ് ആ അടുത്തൊരു മത്സരം ഇയാൾ സ്വന്തമായിട്ട് ഓൺ ചെയ്യുന്നു, ഒരു ഹാട്രിക് അടക്കം വരുന്നു. അപ്പോൾ സ്വന്തം പ്ലെയേഴ്സിൽ ഈ കോച്ചിനുള്ള വിശ്വാസം, സ്വന്തം ടാക്ടിക്സിൽ ഇയാൾക്കുള്ളൊരു ധൈര്യം, ആ ടാക്ടിക്സിനെയും പരിശീലകൻ വിശ്വസിക്കുന്ന കളിക്കാർ, ഇത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ഫ്രാൻസിന് ഏറ്റവും ഒരു ഡെഡ്ലി ആക്കുന്നത്. പിന്നെ ഫ്രാൻസിൽ കണ്ട വേറെ സാധനം എന്ന് വെച്ചാൽ ഒരു 40 മിനിറ്റ് 30 മിനിറ്റൊക്കെ ചിലപ്പോൾ എതിർ ടീം നന്നായി കളിക്കും. പക്ഷെ അത് എതിർ ടീം നന്നായി കളിക്കുന്നതിലപ്പുറത്തേക്ക് ഫ്രാൻസ് പഠിക്കുകയാണ് ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവരെങ്ങനെയാണ് ഈ കളിയെ അപ്രോച്ച് ചെയ്യുന്നത്. അത് കഴിഞ്ഞൊരു മൊമെൻറ്റിൽ ഇവരിത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിനെ പിടിക്കാൻ കിട്ടില്ല. അതിപ്പം ഇന്നലെ സ്വീഡനോടായാലും ശരി, ഫസ്റ്റ് മത്സരത്തിൽ സെനഗലിനോടായാലും ശരി, നമ്മൾ എവിടെയാണോ ഏത് മൊമെൻറ്റിലാണോ ഫ്രാൻസ് എതിർ ടീമിൻ്റെ മൊത്തം പ്ലാൻ മനസ്സിലാക്കി കഴിഞ്ഞത്, ഒരു 100% എടുത്തു എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഫ്രാൻസിന് 100 കൊടുക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും എന്തുകൊണ്ടും ഫേവറേറ്റ്സ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഫ്രാൻസ് എന്നുള്ളത്. മുന്നോട്ടേക്കുള്ള ഓരോ പാതയിലും വരുന്ന എതിരാളികളെ ഇവരെ എങ്ങനെ തച്ചുടക്കും എന്നുള്ളത് നമുക്ക് നോക്കി കാണാമെന്ന് വിശ്വസിക്കുന്നു.